പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചന്തുമോളുടെ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനിയും ജലജയും. അന്നേരം നവ്യ വീട്ടിൽ പോയ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് ജലജ. അന്നേരം ദേവയാനി പറയുവാണ്, കുറച്ച് നല്ല ആൾക്കാരുള്ളത് കൊണ്ടാണ് അവൾക്ക് ഇവിടുന്ന് വാശിയോടെ അഭിയും കൂട്ടി കുഞ്ഞിനെയും കൊണ്ട് അവളുടെ വീട്ടിലോട്ട് പോകാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവൾ തനിച്ചേ പോകുകയുള്ളായിരുന്നു, അവളും കുഞ്ഞും തനിച്ചേ പോകുകയുള്ളായിരുന്നു എന്ന് പറയുമ്പം ജലജ ചോദിക്കും, അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് എന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പ്രതിഷേധം അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ചന്തുമോളുടെ പിറന്നാൾ അത്രയും ഗംഭീരമായിട്ട് ആഘോഷിച്ചത് ഇഷ്ടപ്പെട്ടില്ല നവ്യയ്ക്കും, അതുപോലെ തന്നെ അഭിക്കും. അഭി പയ്യെ ഇടയ്ക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പരാതിയായിട്ട് മുത്തശ്ശൻ്റെ മുന്നിലെത്തുവാണ്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കേണ്ടത് മോളുടെ അനിയത്തിയാണ്. ആ അനിയത്തി ചന്തുമോളുടെ കൂടെ ആടിയും പാടിയും നടക്കുവാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ മോൾക്ക് എന്തിനാണ് ഇത്രയും പ്രതിഷേധം എന്ന് ഇത്തിരി കടുപ്പത്തിൽ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നവ്യയോട്. അറിയാൻ മറുപടിയില്ലാതെ ആകെ വിഷമിച്ച് നിന്നു പോവാണ് നവ്യ. അഭിയും അടുത്ത് നിൽപ്പുണ്ട്. അഭിയുടെ മുഖത്ത് പോലും മുത്തശ്ശൻ നോക്കുന്നില്ല. അത്രയ്ക്ക് വെറുപ്പാണ് മുത്തശ്ശനിപ്പോൾ അഭിയോട്. ഇതിനൊക്കെ മുമ്പ് വന്നു കയറുന്നതേ നവ്യ നയനോട് തട്ടിക്കയറാൻ ചെല്ലുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, ഞാനും ആദർശേട്ടനും ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ പലരുടെയും സന്തോഷം മുന്നിൽ കണ്ടാണ്, അത് പലരും മറന്നു പോകുന്നു, അങ്ങനെ മറക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. ഒന്ന് നോക്കുന്നുണ്ട് അബിയുടെ മുഖത്തേക്ക്. അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും അബിയുടെ മുഖം കാണണം. അബിക്ക് ആകെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉണ്ട് മുഖത്ത്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.